പാട്ട് നിന്നപ്പോ പെട്ടെന്നൊരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് സാഹചര്യങ്ങളോട് പടപൊരുതി നേടുന്ന ചില വിജയങ്ങൾക്ക് പത്തരമാറ്റിന്റെ പൊൻതിളക്കമാണ്. ഇന്ന് ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം കൂടെയുള്ളത് തൃശ്ശൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അർച്ചന ദേവിയാണ് കൂടെയുള്ളത്. അർച്ചന ദേവിയുടെ ഈ ഒരു വിജയത്തിന് പൊൻതിളക്കമേറെയാണ്. കാരണം മത്സരത്തിനിടയിൽ പാട്ട് നിന്നു പോവുകയും തുടർന്ന് കാണികളുടെ പിന്തുണയോടുകൂടെ വീണ്ടും മത്സരിച്ച് ഗംഭീരമായിക്കൊണ്ട് എ ഗ്രേഡ് സ്വന്തമാക്കിയാണ് ഇന്ന് അർച്ചന ചാനലിനോടൊപ്പം കൂടെയുള്ളത്. എന്തായാലും വലിയ ഒരു സന്തോഷത്തിന്റെ ഇരട്ടി മധുരത്തിലാണ് നമ്മളോടൊപ്പം കൂടെയുള്ളത്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുമായി പങ്കുവെക്കുന്നത്? ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ ഡ്രീം സ്റ്റേജ് ആയിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിലൊന്ന് പങ്കെടുക്കണം എന്ന്. അത് ഡ്രീം കം ട്രൂ പോലെയാണ്. എനിക്കിപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോഴൊക്കെ പാട്ട് നിന്നപ്പോ പെട്ടെന്നൊരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ജഡ്ജസ് പിന്നെയും ഒരവസരം കൂടി ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് നന്നായി കളിക്കാൻ പറ്റി. അതുകൊണ്ട് എന്തായാലും പാട്ട് നിന്നപ്പോൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി. പക്ഷെ ഓഡിയൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്നീട് അടിപൊളിയായി കളിക്കാൻ പറ്റി. ഉഷാറായിരുന്നു അല്ലേ? ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് എനിക്ക് ഒന്നും കൂടിയും ധൈര്യം കിട്ടിയത്. ഒന്നും കൂടിയും നന്നായി കളിക്കാൻ പറ്റി. അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ജഡ്ജസ് ഒന്നും കൂടി സമ്മതിച്ചത് എന്നൊക്കെ പറയണ കേട്ടിരുന്നു. അവര് കൈയടിച്ചപ്പോ തന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്തായാലും ഈ ഒരു എ ഗ്രേഡ് കിട്ടിയതിന്റെ സന്തോഷം നമ്മളുമായി പങ്കുവെച്ചു. ആദ്യമായിട്ടാണോ സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇതുവരെ ജില്ലയില് 3rd പൊസിഷൻ 2nd പൊസിഷൻ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. സ്റ്റേറ്റിൽ പോകാൻ ഒരു അവസരം കിട്ടി എന്നുള്ളതില്. എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയെടുത്തു അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ്? സംഘാടനമൊക്കെ അടിപൊളിയായിരുന്നു. സംഘാടനമൊക്കെ അടിപൊളിയായിരുന്നു. പാട്ട് നിന്നു പോയല്ലോ. അപ്പോഴും അവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സൊക്കെ ടെൻഷൻ അടിക്കണ്ട, പാട്ട് ഇവര് ശരിയാക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നോ പറഞ്ഞിട്ട് എനിക്ക് കസേരയൊക്കെ എടുത്തു, വെള്ളമൊക്കെ തന്നു. അവരെന്നെ കുറെ സമാധാനിപ്പിച്ചു ടെൻഷൻ അടിക്കാതിരിക്കാൻ. പിന്നെ നന്നായി കളിക്കാൻ പറഞ്ഞ് പ്രോത്സാഹനം തന്നു. അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മത്സരിക്കാൻ കുറെ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നിലൊന്നിൽ മെച്ചായിരുന്നു. നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സ്കൂളിന്റെ ഒരു സപ്പോർട്ട്? നമ്മളിപ്പോ സംസാരിക്കുന്നത് പോലും ഈ ഒരു വിദ്യാലയ മുറ്റത്താണല്ലോ. എങ്ങനെയാണ് ഇത് സ്കൂള് നിങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണ? സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയപ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. സ്റ്റേറ്റിക്ക് ഈ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിക്ക് അവസരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോ പിന്നെ സ്റ്റേറ്റിൽ പോകാൻ നേരത്താണെങ്കിലും എല്ലാ ടീച്ചേഴ്സും എപ്പോഴും വിളിച്ചിട്ട് നന്നായി ഫുഡ് കഴിക്കണം, ക്ഷീണമൊന്നും ഉണ്ടാവാതെ നന്നായി കളിക്കാൻ പറ്റണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ വിദ്യാലയത്തിന്റെ സപ്പോർട്ട് ഗംഭീരമാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ? എങ്ങനെയാണ് വീട്ടുകാരും ഫാമിലിയും കുടുംബവും അതോടൊപ്പം തന്നെ ഗുരുദാതന്മാരൊക്കെ ഈ ഒരു മേഖലയിൽ നൽകുന്ന പിന്തുണ? വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരുടെയും അമ്മേന്റെ ഒക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ കളിക്കണമെന്ന്. അത് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടുകാർക്കാണെങ്കിലും. പിന്നെ എന്നെ പഠിപ്പിക്കുന്നത് മൻസിയ ടീച്ചറാണ്. പോക്ക് പഠിപ്പിക്കുന്നത് അനിൽ മാഷാണ് വയനാടുള്ളത്. അവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മൻസിയ ടീച്ചറുടെ ഉപ്പയ്ക്കായിരുന്നു ഏറ്റവും ഭയങ്കര ആഗ്രഹം ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോക്കിൽ പങ്കെടുക്കണമെന്ന്. അവര് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നല്ല പ്രാക്ടീസൊക്കെ തരുമായിരുന്നു ടീച്ചറും അനിൽ മാഷും. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മളോടൊപ്പം ഈ ഒരു വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ അലിസാർ കൂടെ ഉണ്ട്. എന്തായാലും സാറേ, ഈ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയുടെ സന്തോഷം ആ ഒരു അംഗീകാരം ഇരട്ടി മധുരമാണല്ലോ. എങ്ങനെയാണ് പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ സാറിന്റെ ഒരു പ്രതികരണം? വളരെ സന്തോഷം. സംസ്ഥാന സ്കൂൾ കലാമേളയിൽ നാടോടി നൃത്തത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം എ ഗ്രേഡ് നേടി നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ അർച്ചന ദേവി +1 ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അവൾ വിവിധ ഇനങ്ങളിൽ ജില്ലാതലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഭരതനാട്യം, അതുപോലെ തന്നെ വഞ്ചിപ്പാട്ട്, കുച്ചിപ്പുടി,
അതുപോലെ തന്നെ നാടോടി നൃത്തം. ഇവയില് നാടോടി നൃത്തത്തിലാണ് ഇപ്പോൾ അവൾ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയത്. അടുത്ത വർഷം മറ്റ് ഇനങ്ങളിൽ കൂടി എ ഗ്രേഡ് നേടാൻ പറ്റുന്ന പ്രതിഭയുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. കൺഗ്രാജുലേഷൻസ്. വിശേഷണങ്ങൾക്കുമെല്ലാം അപ്പുറമാണ് അർച്ചന ദേവിയുടെ ഈ കലോത്സവത്തിലെ വിജയത്തിന്റെ ഇരട്ടി മധുരം. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ ഒരു കലാകാരിക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.